കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്നും കൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഭഗവാനെ കഠിനമായി നിന്ദിച്ചു എന്ന കാരണത്താൽ നരകത്തിൽ പോകേണ്ടിയിരുന്ന ഹിരണ്യകശിപുവും പുത്രനായ പ്രഹ്ലാദന്റെ ഭക്തി വൈശിഷ്ട്യത്താൽ നരസിംഹമൂർത്തിയുടെ സ്പർശനമേറ്റ് പാപവിമുക്തനായി പുണ്യഗതിയെ പ്രാപിക്കുകയുണ്ടായി. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വധർമാചരണം ചുറ്റുപാടുകളിലുമുള്ളവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും. അവർ എങ്ങനെയാണെന്നുള്ളതല്ല, ഞാൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അവർ എന്നോട് എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഞാൻ എല്ലാവരോടും എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ പലപ്പോഴും ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും അയൽവക്കക്കാരെയും ഒക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി പറയും. എല്ലാം അവര് ഇങ്ങോട്ട് ചെയ്തത് കാരണമാണ്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് എനിക്ക് ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ ചെയ്തികൾ എപ്പോഴും സ്വധർമ്മനിരതമാണോ എന്ന് പരിശോധിക്കണം. ജീവിതയാത്രാമധ്യത്തിൽ കഠിനങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അവയൊന്നും മോശമായതും ആയിക്കൊള്ളണമെന്നില്ല, അവയൊന്നും ശാപമായിക്കൊള്ളണമെന്നില്ല, അവയൊക്കെ ദോഷങ്ങളായിക്കൊള്ളണം എന്നും ഇല്ല. അത് നമ്മുടെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എത്രത്തോളം ശക്തമാണോ അതിനെ മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലും ഇപ്പോൾ ഉള്ളതിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. പ്രഹ്ലാദന്റെ കഥ അത് കാണിക്കുന്നു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി പ്രഹ്ലാദന്, അതൊക്കെ നമുക്ക് വിസ്തരിച്ച് പിന്നീട് കേൾക്കാം. അതിൽ ഈ പ്രഹ്ലാദന്റെ നരസിംഹ അവതാരത്തിലുമൊക്കെ യോഗശാസ്ത്ര രഹസ്യങ്ങളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ ചിന്തിക്കാം. പക്ഷെ ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് അവലോകനം നടത്താം. ഏതായാലും വ്യാസഭഗവാൻ ഒരു ചെറിയ വാതായനം തുറന്നിട്ടു. അപ്പൊ അതിലൂടെ നമുക്ക് ഒന്ന് നോക്കിക്കാണാം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ പ്രഹ്ലാദൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രഹ്ലാദൻ പക്ഷെ സ്വധർമ്മനിരതനായിരുന്നു. പ്രഹ്ലാദന്റെ സ്വധർമ്മം തീരുമാനിച്ചത് അദ്ദേഹം ജനിച്ച കുലത്തിന്റെ ധർമ്മമല്ല. അതും വളരെ പ്രധാനമാണ്. ഇപ്പൊ ഞാൻ ഇത്രയും കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വധർമ്മം എന്താണ് എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവും കൂടിയാണിത്. ജനിച്ച കുലത്തിനനുസരിച്ചിട്ടുള്ള ആണ് സ്വധർമ്മമെങ്കിൽ പ്രഹ്ലാദൻ സ്വധർമ്മനിരതനായിരുന്നില്ല. കാരണം പ്രഹ്ലാദൻ ജനിച്ചത് അസുരകുലത്തിലാണ്. അസുരകുലത്തിൽ ജനിച്ച പ്രഹ്ലാദൻ ആസുരികമായി അല്ല പ്രവർത്തിച്ചത്. അപ്പൊ അദ്ദേഹം സ്വധർമ്മനിരതനല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ സ്വധർമ്മം നിശ്ചയിക്കുന്നത് ജനിച്ച കുലം അല്ല, ജന്മനാ ഉള്ള സഹജവാസനകളായിരിക്കാം സ്വധർമ്മത്തെ നിശ്ചയിക്കുന്നത്. പക്ഷേ ജനിച്ച കുലം അല്ല. എന്റെയും നിങ്ങളുടെയും ജന്മം പ്രധാനമാണ്, ജനിച്ച ഇടം അത്ര പ്രധാനമല്ല. നമ്മൾ എവിടെ ജനിച്ചു എന്നുള്ളതല്ല, നമ്മളിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. വേനന് ജനിച്ച പൃഥു, ഹിരണ്യകശിപുവിന് ജനിച്ച പ്രഹ്ലാദൻ, ഇവരൊന്നും ഇവരുടെ പാരമ്പര്യം അനുസരിച്ച് പ്രവർത്തിച്ചവരല്ല. ഇവരൊന്നും അവർ ജനിച്ച കുലത്തിന്റെ ധർമ്മം അനുഷ്ഠിച്ചവരും അല്ല. ഇവർ രണ്ടുപേരും അവരവരുടെ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചവരാണ്. അവരുടെ പ്രവർത്തികൾ കാരണം അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്വധർമ്മ നിരതരല്ലാത്തവർക്കു പോലും മേൽഗതി കൊടുക്കാൻ ഇടയാക്കി അവരുടെ പ്രവർത്തികൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് കുലത്തിലാണ് ജനിച്ചത് എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ കുലധർമ്മം എന്താണ് എന്നുള്ളതല്ല, നിങ്ങളുടെ സ്വധർമ്മം എന്താണ് എന്നുള്ളതാണ് പ്രധാനം.
അങ്ങനെ സ്വധർമ്മത്തെ കണ്ടെത്തി മുന്നോട്ട് പോയാൽ അതെല്ലാവർക്കും ശ്രേയസ്കരമായിരിക്കും. അതിശയകരമായ പരാക്രമത്തോടു കൂടിയ മഹാരാജാവേ, അങ്ങ് അനന്ത സംവത്സരക്കാലം സസുഖം വാണാലും. ഇത് സദസ്യര് പറയുന്നതാണ്, രാജാവിനോട് പ്രതിവചനം ചെയ്യുന്നതാണ്. അത് മൈത്രേയ മുനിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിശയകരമായ പരാക്രമത്തോടു കൂടിയ മഹാരാജാവേ, അങ്ങ് അനന്തര സംവത്സരക്കാലം സസുഖം വാണാലും. അഖില ലോകപാലകനായ ശ്രീഹരിയിൽ ഈ വിധത്തിലുള്ള ഭക്തി അങ്ങേക്ക് സംജാതമായത് പരമഭാഗ്യം തന്നെ. അതിശയകരമായ പരാക്രമത്തോടു കൂടിയ മഹാരാജാവേ, സാധാരണ ഒരാൾക്ക് സാധിക്കുന്നതല്ല ഇത്. തൻ്റെ ധർമ്മം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാൽ മാത്രം സാധ്യമായിട്ടുള്ളതാണ് മഹാരാജാവിൻ്റെ ചെയ്തികൾ. അതുകൊണ്ടാണ് അത് അതിശയകരമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അതിശയകരമായ പരാക്രമത്തോടു കൂടിയ മഹാരാജാവേ, അങ്ങ് അനന്ത സംവത്സരകാലം സസുഖം വാണാലും. സ്വധർമ്മനിരതരായി മുന്നോട്ടു പോകുന്നവരുടെ ജീവിത യാത്രാമധ്യത്തിൽ കണ്ടുമുട്ടുന്നവരെല്ലാം അവർക്ക് സുഖം ആശംസിക്കും. ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത്. അനന്ത സംവത്സരക്കാലം സസുഖം വാണാലും അഖില ലോകപാലകനായ ശ്രീഹരിയിൽ ഈ വിധത്തിലുള്ള ഭക്തി അങ്ങേക്ക് സംജാതമായത് പരമഭാഗ്യം തന്നെ. ഭാഗ്യം കൊണ്ടു മാത്രമേ അഖില ലോകപാലകനായ ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ഭക്തി ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് വികാരപ്രകടനമല്ല, അതൊരു ഭാവാവേശമാണ്. അത് ശക്തിപാതം കൊണ്ട് മാത്രമേ, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ, പരമഭാഗ്യം കൊണ്ട് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. സമസ്ത ലോകത്തെയും പവിത്രമാക്കത്തക്കവണ്ണം വർദ്ധമാനമായ യശസ്സോടു കൂടിയ നാഥ, അങ്ങ് ഞങ്ങളുടെ നാഥനായി തീർന്നു എന്ന കാരണത്താൽ സാക്ഷാൽ മുകുന്ദൻ തന്നെ ഞങ്ങളുടെ നാഥനായി ഭവിച്ചിരിക്കുന്നു. ഉത്തമ ശ്ലോകന്മാരായ ദേവന്മാരുടെ കൂട്ടത്തിൽ പരമശ്രേഷ്ഠനായ ശ്രീഹരി ബ്രാഹ്മണരെ ദേവന്മാരായി കണക്കാക്കുന്നു എന്ന സത്യം ലോകഹിതാർത്ഥം ഞങ്ങളെ ധരിപ്പിച്ച അങ്ങ് തന്നെ ഉത്തമനായ ബ്രാഹ്മണ ഭക്തനാകയാൽ ഞങ്ങൾക്ക് ബ്രാഹ്മണരിലും ശ്രീഹരിയിലും ഒരുപോലെ ഭക്തി ജനിക്കാൻ ഇടയായിരിക്കുന്നു. അതുമൂലം ഞങ്ങൾക്ക് ഭഗവത് പ്രസാദം സിദ്ധിച്ചിരിക്കുന്നു. സമസ്ത ലോകത്തെയും പവിത്രമാക്കത്തക്കവണ്ണം വർദ്ധമാനമായ യശസ്സോടു കൂടിയ നാഥ, ഒരാളുടെ യശസ് അയാൾ സഞ്ചരിക്കുന്ന ലോകങ്ങളെ മുഴുവൻ പവിത്രമാക്കത്തക്ക വിധത്തിൽ ഉള്ളതായിരിക്കണം. പൃഥുവിൻ്റെ യശസ് അങ്ങനെയുള്ള യശസ്സാണ്. സ്വധർമ്മ നിരതയിലൂടെ നേടിയ യശസ്സാണത്. അത് സമസ്ത ലോകങ്ങളെയും പവിത്രമാക്കും. അങ്ങനെയുള്ള അല്ലയോ നാഥ, അങ്ങ് ഞങ്ങളുടെ നാഥനായി തീർന്നു എന്ന കാരണത്താൽ സാക്ഷാൽ മുകുന്ദൻ തന്നെ ഞങ്ങളുടെ നാഥനായി ഭവിച്ചിരിക്കുന്നു. സാക്ഷാൽ മുകുന്ദന്റെ അംശാവതാരമാണ് പൃഥുമഹാരാജാവ്. പൃഥുമഹാരാജാവ് ശ്രീഹരിയെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അനുഭവിച്ചറിഞ്ഞ ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞ ആൾ ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ നാഥനാണ്, എന്നാൽ ശ്രീ മുകുന്ദൻ തന്നെ ഞങ്ങളുടെ നാഥനാണ് എന്ന് അർത്ഥം. ഉത്തമ ശ്ലോകന്മാരായ ദേവന്മാരുടെ കൂട്ടത്തിൽ പരമശ്രേഷ്ഠനായ ശ്രീഹരി ബ്രാഹ്മണരെ ദേവന്മാരായി കണക്കാക്കുന്നുവെന്ന സത്യം ലോകഹിതാർത്ഥം ഞങ്ങളെ ധരിപ്പിച്ചു അങ്ങ്. ശ്രീഹരി ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്ന ബ്രാഹ്മണരെ ദേവന്മാരായി കണക്കാക്കുന്നു എന്ന സത്യം ലോകഹിതത്തിനായി കൊണ്ട് അങ്ങ് ഞങ്ങളെ ധരിപ്പിച്ചു. ഈ സദസ്യരുടെ കൂട്ടത്തില് നമ്മൾ ഇപ്പം കരുതുന്ന പോലത്തെ അനവധി ബ്രാഹ്മണരുണ്ടായിരുന്നിരിക്കാം. അപ്പൊ അവരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്, അങ്ങനെ ഒരു ക്ലാസ്സിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചില ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർ, ഈശ്വരനെ അറിഞ്ഞവർ. അവര് ഈശ്വരൻ തന്നെയാണ് എന്ന സത്യം ശ്രീഹരിയെ അനുഭവിച്ചറിഞ്ഞ പൃഥു മഹാരാജാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തിനാ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഹിതാർത്ഥം. നമ്മുടെ അറിവും നമ്മുടെ അനുഭവവും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി കൊണ്ടാണ്. അവരുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടി ആണ്, അല്ലാതെ നമ്മളുടെ കേമത്വത്തിന് വേണ്ടിയല്ല അത് പറയേണ്ടത്. ഇവിടെ ഉത്തമ ശ്ലോകന്മാരായ ദേവന്മാരുടെ കൂട്ടത്തിൽ പരമശ്രേഷ്ഠനായ ശ്രീഹരി, എല്ലാവരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീഹരി ബ്രാഹ്മണരെ ദേവന്മാരായി കണക്കാക്കുന്നു എന്ന സത്യം ലോകഹിതാർത്ഥം ഞങ്ങളെ ധരിപ്പിച്ച അങ്ങ് തന്നെ ഉത്തമനായ ബ്രാഹ്മണ ഭക്തനാകയാൽ. ഇത് ശ്രീഹരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തോന്നിയ പോലെ പോവുകയല്ല ചെയ്തത് പൃഥു മഹാരാജാവ്. പൃഥു മഹാരാജാവും ഒരു ബ്രാഹ്മണ ഭക്തനാണ്. ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്ന, ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞവരുടെ ഭക്തനാണ് പൃഥു മഹാരാജാവ്. അപ്പൊ പൃഥു മഹാരാജാവ് അറിയുക മാത്രമല്ല ചെയ്തത്, അത് ആചരിക്കുകയും കൂടി ചെയ്തതാണ്. ആചരണത്തിൽ കലാശിക്കാത്ത അറിവ് ഏട്ടിലെ പശുവിനെ പോലെയാണ്. അത് പുല്ല് തിന്നുകയുമില്ല, പാലൊട്ട് തരികയും ഇല്ല. അതുകൊണ്ട് അറിവ് ആചരണമായി മാറുന്നില്ലെങ്കിൽ, പ്രവൃത്തികളിലൂടെ ആ അറിവിനെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ആ അറിവ് ശുഷ്കമായ അറിവാണ്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും അതിനില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇദ്ദേഹം അറിഞ്ഞ കാര്യം ഇദ്ദേഹം ആചരിക്കുകയും കൂടി ചെയ്യുകയാണ്. അതാണ് പൃഥു മഹാരാജാവിന്റെ മഹത്വം. അതായിരിക്കണം നമ്മുടെ മാതൃകയും. ഉത്തമ ശ്ലോകന്മാരായ ദേവന്മാരുടെ കൂട്ടത്തിൽ പരമശ്രേഷ്ഠനായ ശ്രീഹരി ബ്രാഹ്മണരെ ദേവന്മാരായി കണക്കാക്കുന്നുവെന്ന സത്യം ലോകഹിതാർത്ഥം ഞങ്ങളെ ധരിപ്പിച്ച അങ്ങ് തന്നെ ഉത്തമനായ ബ്രാഹ്മണ ഭക്തനാകയാൽ ഞങ്ങൾക്ക് ബ്രാഹ്മണരിലും ശ്രീഹരിയിലും ഒരുപോലെ ഭക്തി ജനിക്കാൻ ഇടയായിരിക്കുന്നു. അറിഞ്ഞ് അനുഭവിച്ച് പ്രവർത്തിക്കുന്ന ഒരാളുടെ ചെയ്തികൾ, വാക്കുകൾ മറ്റുള്ളവരിലും തത്തുല്യമായിട്ടുള്ള വിശ്വാസങ്ങളെ ജനിപ്പിക്കും. അല്ലാത്തതൊക്കെ വെറും ഗീർവാണമാണ്. അനുഭവത്തിന്റെ മേമ്പൊടിയില്ലാത്ത വാക്കുകൾ ആരെയും എങ്ങോട്ടും നയിക്കുകയില്ല. നേരെ മറിച്ച് അറിഞ്ഞത് ആചരിക്കുന്നയാൾ ആ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവരിൽ മാറ്റം ഉണ്ടാക്കും. ഇവരിലൊക്കെ നേരത്തെ ഈ ശ്രീഹരിയോടുള്ള ഭക്തിയും ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരോടുള്ള ഭക്തിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കൂടി ആളിക്കത്താൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ചെയ്തികൾക്കും സാധിച്ചു. അങ്ങനെ ആളിക്കത്തിക്കാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകളും ചെയ്തികളും സഹായിച്ചു. അപ്പൊ അതാണ് ഇവിടെ ഉത്തമനായ ബ്രാഹ്മണ അങ്ങ് തന്നെ ഉത്തമനായ ബ്രാഹ്മണ ഭക്തനായ ആകയാൽ ഞങ്ങൾക്ക് ബ്രാഹ്മണരിലും ശ്രീഹരിയിലും ഒരുപോലെ ഭക്തി ജനിക്കാൻ ഇടയായിരിക്കുന്നു. അതുമൂലം ഞങ്ങൾക്ക് ഭഗവത് പ്രസാദം സിദ്ധിച്ചിരിക്കുന്നു. ഭഗവാൻ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും വന്ന് അനുഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാന്റെ അനുഗ്രഹം കാരണം ഉണ്ടാകേണ്ടുന്ന ശ്രേഷ്ഠ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഈശ്വരാനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മളിൽ ഉണ്ടാകണമെന്ന് ഈശ്വരൻ പറയുന്ന ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയാണ് എങ്കിൽ, ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് എങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അത്ഭുതങ്ങളല്ല ഈശ്വരന്റെ അനുഗ്രഹം. കൈ ഇങ്ങനെ എടുക്കുമ്പോൾ ആപ്പിൾ വരികയും ഇങ്ങനെ വയ്ക്കുമ്പം റോസാപ്പൂ വരികയും ചെയ്യലൊന്നുമല്ല ഈശ്വരാനുഗ്രഹം. ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളുടെ ആധിക്യമാണ്. ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക. ഉണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നർത്ഥം. ഇല്ലെങ്കിൽ ഈശ്വരനെ ആ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ ഭജിക്കുക. ഞങ്ങളുടെയൊക്കെ രക്ഷിതാവായ അങ്ങ് ആശ്രിതന്മാരായ ഞങ്ങളെ സതുപദേശത്താലും
ഉത്തമമായ ശാസനയാലും സദാചാര നിരതരാക്കാൻ ശ്രമിച്ചതിൽ ഒട്ടും അതിശയമില്ല. കാരുണ്യ നിർഭരമായ മനസ്സോടുകൂടിയ മഹാത്മാക്കൾക്ക് പ്രജകളിൽ അനുകമ്പയും സ്നേഹവും ഉണ്ടാവുക എന്നുള്ളത് കേവലം സ്വാഭാവികം മാത്രമാണ്. ഞങ്ങളുടെയൊക്കെ രക്ഷിതാവായ അങ്ങ്, പ്രജകളുടെ രക്ഷിതാവാണ് രാജാവ്, ഞങ്ങളുടെയൊക്കെ രക്ഷിതാവായ അങ്ങ് ആശ്രിതന്മാരായ ഞങ്ങളെ സതുപദേശത്താലും ഉത്തമമായ ശാസനയാലും, സതുപദേശവും ശാസന എന്ന് പറഞ്ഞാൽ അറിവ് എന്നും അർത്ഥമുണ്ട്, ശാസിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് പകർന്നു കൊടുക്കുക. അപ്പം ഉത്തമമായ ശാസനയാലും സദാചാര നിരതരാക്കാൻ. എന്താ ഈ സദാചാര നിരതത? വിക്ടോറിയൻ കാലഘട്ടത്തിലെ സദാചാരം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, സത്തിലേക്ക് എത്തിച്ചേരുവാൻ ആവശ്യമായിട്ടുള്ള ആചാരം, അതാണ് സദാചാരം. സത്ത് എന്ന് പറഞ്ഞാൽ ബീയിങ്നെസ്, ഉണ്മ, ഇറ്റേണിറ്റി, ഇറ്റേണൽ ആയിട്ടുള്ള ആ പരമമായ തത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന ആചാരങ്ങൾ സദാചാരം, അതിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ ദുരാചാരം. അപ്പം ഇദ്ദേഹം ആശ്രയിക്കുന്നവർക്ക് സതുപദേശങ്ങൾ കൊടുക്കുകയും അത് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആകാമെന്ന് പറയുകയും അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ സദാചാര നിരതരാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ശ്രമമാണ്, എഫേർട്ടാണ്, അല്ലാണ്ട് മറ്റേ അധികാര ദണ്ഡ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളൊന്നുമല്ല, അതോറിറ്റേറ്റീവായിട്ടല്ല ഇവിടെ പെരുമാറുന്നത്. അങ്ങനെ ശ്രമിക്കുന്നതിൽ, ഞങ്ങളെ ഉപദേശിക്കുന്നതിലും ഞങ്ങളെ ശാസിക്കുന്നതിലും സദാചാര നിരതരാക്കാൻ ശ്രമിച്ചതിലും ഒട്ടും അത്ഭുതമില്ല, എന്താ അതിശയമില്ല. കാരണം ഞങ്ങളുടെ രക്ഷിതാവാണ് അങ്ങ്. അത് മാത്രമല്ല, കാരുണ്യ നിർഭരമായ മനസ്സോടുകൂടിയ മഹാത്മാക്കൾക്ക് പ്രജകളിൽ അനുകമ്പയും സ്നേഹവും ഉണ്ടാവുക എന്നുള്ളത് കേവലം സ്വാഭാവികം മാത്രമാണ്. കാരുണ്യ നിർഭരമായ മനസ്സോടുകൂടിയവർ, കമ്പാഷനേറ്റ് ആയിട്ടുള്ളവർ. ഈ കാരുണ്യം ധ്യാന പരിശീലനത്തിലൂടെ വർദ്ധിപ്പിക്കാം എന്നാണ് മഹർഷിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ആധുനിക ശാസ്ത്രം, ബ്രെയിൻ സയൻസ് ഇന്ന് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശീലനത്തിലൂടെ നമ്മളിലൊക്കെ ഉള്ള ഈ കാരുണ്യത്തിൻ്റെ ഉറവയെ നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒക്കെ ചെയ്യാൻ പറ്റുന്നവരായി തീരാൻ സാധ്യതയുണ്ട്. കാരുണ്യ നിർഭരമായ മനസ്സോടുകൂടിയ മഹാത്മാക്കൾക്ക്, അങ്ങനെയുള്ള കാരുണ്യം ഉണ്ടെങ്കിൽ അവർ മഹാത്മാവാണ്, അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് പ്രജകളിൽ അനുകമ്പയും സ്നേഹവും ഉണ്ടാവുക എന്നുള്ളത് കേവലം സ്വാഭാവികം മാത്രമാണ്. അപ്പൊ ഇവരുടെ പ്രവർത്തികളുടെ പ്രേരക ഘടകം സ്നേഹവും അനുകമ്പയുമാണ്. അല്ലാതെ തൻ്റെ സുപ്രീമസി ഉറപ്പിക്കലും തൻ്റെ അതോറിറ്റിയെ അരക്കിട്ടുറപ്പിക്കലുമല്ല. ഇവരുടെ പ്രവൃത്തികളുടെ ചാലക ശക്തി അനുകമ്പയും സ്നേഹവും ആണ്. ഇത് വ്യത്യാസമുണ്ട്. ഒരു അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരാള് അനുകമ്പയോടും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്നതും അദ്ദേഹത്തിൻ്റെ അതോറിറ്റിക്ക് നിലനിർത്തുവാൻ വേണ്ടി, അദ്ദേഹം അതോറിറ്റി ആണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പെരുമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സർവസമർത്ഥനായ ഭഗവാനെ, അവിടുത്തെ ശക്തിവിശേഷത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. അങ്ങു നൽകിയ മഹത്തായ ഉപദേശം ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു, ഞങ്ങളുടെ മനസ്സിലെ ഇരുട്ട് മാറിക്കിട്ടി. പ്രാരബ്ധാനുസാരേണ പല പല യോനികളിൽ ജനിച്ചും മരിച്ചും സംസാര ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സഹായത്താൽ സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാൻ സാധിക്കുമാറായി. അവർ തുടർന്ന് പറയുകയാണ്, സർവസമർത്ഥനായ ഭഗവാനെ. പൃഥു മഹാരാജാവ് ഭഗവാൻ തന്നെയാണ്, ഭഗവാനെ അറിഞ്ഞവരെല്ലാം ഭഗവാൻ തന്നെയാണ്. അവിടുത്തെ ശക്തിവിശേഷത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. ഇപ്പൊ അവർ പൃഥു മഹാരാജാവിനെ അല്ല കാണുന്നത്, പൃഥു മഹാരാജാവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ശ്രീഹരിയെയാണ് അവർ കാണുന്നത്. അങ്ങ് നൽകിയ മഹത്തായ ഉപദേശം ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു, അകക്കണ്ണിനെ തുറപ്പിച്ചു. അതായത് ഉൾക്കാഴ്ചയുണ്ടാക്കി എന്നർത്ഥം. ഇവരുടെ കണ്ണൊക്കെ അല്ലാതെയും തുറന്നു തന്നെയല്ലേ ഇരിക്കണേ. അപ്പൊ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടാക്കി തന്നു എന്നർത്ഥം. അങ്ങ് നൽകിയ മഹത്തായ ഉപദേശം ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു, ഞങ്ങളുടെ മനസ്സിലെ ഇരുട്ട് മാറിക്കിട്ടി. അകക്കണ്ണ് തുറന്നാൽ അന്ധകാരം ഇല്ലാണ്ടാകും,
ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു എന്നുള്ള വാക്കിന് അന്ധകാരത്തെ അകറ്റുന്നത് വെളിച്ചം എന്നർത്ഥമുണ്ട്. ആ അന്ധകാരത്തെ അകറ്റുന്ന വെളിച്ചമാകുന്ന ഗുരുദേവൻ അകക്കണ്ണിനെ തുറപ്പിച്ചപ്പോൾ അജ്ഞാനമാകുന്ന തിമിരമില്ലാണ്ടേയായി. അജ്ഞാനമായ തിമിരം കൊണ്ട് എന്തുണ്ടാവും? ഭേദബുദ്ധിയാണ് ഉണ്ടാവുക. ആ ഭേദബുദ്ധി ഇല്ലാണ്ടായി തീർന്നു. പ്രാരബ്ധാനുസാരേണ പല പല യോനികളിൽ ജനിച്ചും മരിച്ചും സംസാര ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സഹായത്താൽ സംസാര സാഗരത്തിന്റെ മറുകര കടക്കാൻ സാധിക്കുമാറായി. ഇപ്പൊ കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവര് പല പല ജന്മങ്ങളിലൂടെയാണ് മനുഷ്യരാകുന്നത്. എവല്യൂഷൻ അനുസരിച്ചും പലതരത്തിലുള്ള ജീവനുകളുമായി തീർന്നതിന് ശേഷമാണ് മനുഷ്യനാകുന്നത്. എങ്ങനെയായാലും ഈ ഏത് ജീവനാണെങ്കിലും അത് അജ്ഞാനാവൃതമാണ് എന്നുള്ള ഉൾക്കാഴ്ചയില്ലാത്തതാണ് അവരുടെ പ്രവർത്തികൾ എന്നുള്ളത് കൊണ്ട് അത് ക്ലേശത്തിന് കാരണമായി തീരും. പക്ഷെ ഇവിടെ പലതരത്തിലുള്ള ജീവികളായി ക്ലേശം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സഹായത്താൽ സംസാര സാഗരത്തിന്റെ മറുകര കടക്കാൻ സാധിക്കുമാറായി. പൃഥുവിന്റെ ഈ ഉപദേശം സശ്രദ്ധം കേട്ട് ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ അതു മതി. ഈ ജനന മരണങ്ങളാകുന്ന ചിന്തകളുടെ ജനന മരണങ്ങളാകുന്ന നീർച്ചുഴിയിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പരമമായ ബോധത്തിലേക്ക് എത്തിച്ചേരുവാൻ. ഏതൊരു ഭഗവാനാണോ സ്വതേജസ്സിനെ ഉത്തമ ബ്രാഹ്മണരിൽ സന്നിവേശിപ്പിച്ച് വൈദിക ധർമ്മത്തെയും ആചാരമര്യാദകളെയും ഈ ലോകത്തിൽ സുദൃഢമാക്കി നിലനിർത്തുന്നത്, ഏതൊരു സർവേശ്വരനാണോ തൻ്റെ തേജസ്സിനെ ക്ഷത്രിയരിൽ ആദാനം ചെയ്ത് പ്രജകളെ പരിപാലിക്കുന്നത്, സത്വഗുണാധിക്യത്തോടുകൂടിയ ആ പരമപുരുഷന് നമസ്കാരം. ഏതൊരു ഭഗവാനാണോ സ്വതേജസ്സിനെ ഉത്തമ ബ്രാഹ്മണരിൽ സന്നിവേശിപ്പിച്ച് വൈദിക ധർമ്മത്തെയും ആചാരമര്യാദകളെയും ഈ ലോകത്തിൽ സുദൃഢമാക്കി നിലനിർത്തുന്നത്. വൈദിക കർമ്മം എന്ന് പറഞ്ഞാൽ വേദാനുസൃതമായ കർമ്മം, അറിവിനനുസൃതമായ കർമ്മം, അറിവിലേക്ക് എത്തിക്കുന്ന പ്രവർത്തികൾ, അതാണ് വൈദിക കർമ്മം. അറിവിലേക്ക് എത്തിക്കുന്ന പ്രവർത്തികളെയും ആചാരമര്യാദകളെയും സുദൃഢമാക്കി നിലനിർത്തുന്നത് ഉത്തമ ബ്രാഹ്മണരാണ്. ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരാണ്. അവരിലേക്ക് ഭഗവാന്റെ തേജസ് സന്നിവേശിക്കുന്നത് കൊണ്ടാണ് അവർക്കിത് സാധിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും ചെയ്യുന്നത് ഭഗവാന്റെ ആവേശത്താൽ ആണ് എന്നാണ് പറയുന്നത്. ഏതൊരു സർവേശ്വരനാണോ തൻ്റെ തേജസ്സിനെ ക്ഷത്രിയരിൽ ആദാനം ചെയ്ത് പ്രജകളെ പരിപാലിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ഭഗവാനാണ്. അറിവിലേക്ക് പോകുന്നവരുടെ തേജസ് ഭഗവാനാണ്. എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ തേജസ്സിനാലാണ് നടക്കുന്നത്. സത്വഗുണാധിക്യത്തോടു കൂടിയ ആ പരമപുരുഷന് നമസ്കാരം. ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബീയിങ്ങിന് നമസ്കാരം. ഇവിടെ 21-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥ സ്കന്ധേ ഏകവിംശോധ്യായ.